2025 തുടങ്ങിയപ്പം എൻ്റെ വക ഒരു പഴംപൊരി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്നൊരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പഴംപൊരിയുടെ റെസിപ്പി. അപ്പം നല്ല പഴുത്ത പഴം വെച്ചിട്ട് ഒട്ടും എണ്ണ കുടിക്കാതെ ഞാൻ എങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് തന്നെ നീളത്തിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാറില്ല. ഇതുപോലെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. പഴമൊന്ന് രണ്ടാക്കും, പിന്നെ അതിന് ഒരു പീസ് 3ഓ 2ഓ ഒക്കെ നമുക്കാക്കാം. നല്ല പഴുത്ത പഴമായതുകൊണ്ട് ഞാൻ രണ്ടാക്കിയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മൈദ എടുക്കാം. ആ മൈദയിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ജീരകവും 2-3 ഏലക്കയും കുറച്ച് കളറിന് മഞ്ഞൾപ്പൊടിയും ഒരു മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കും. അപ്പോൾ കലക്കിയെടുക്കുമ്പോൾ ഇതുപോലെ നല്ല കട്ടിക്ക് ഞാൻ കലക്കിയെടുക്കുകയുള്ളൂ. പൊടിയായിട്ട് ചേർക്കുന്നത് മൈദ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിലേക്ക് അരിപ്പൊടിയൊന്നും ഞാൻ ചേർക്കാറില്ല. ഇനി നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ച് സാധാരണ പഴം പൊരിക്കുന്നത് തന്നെ പൊരിച്ചെടുക്കാം. പിന്നെ പഴം പൊരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പഴുത്ത പഴം പൊരിക്കുമ്പം നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ചിടണ്ട. നല്ല ചൂടിൽ തന്നെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒന്ന് പഴുത്ത പഴം പൊരിച്ച് നോക്ക്. നല്ല ടേസ്റ്റിയായിരിക്കും, എന്നാൽ എണ്ണയൊന്നും കുടിക്കുകയില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.